ഹലോ ഗൈസ്, അപ്പോൾ ഞാനും കുഞ്ഞോളും കൂടെ നേരെ പോകുന്നത് തിരൂർ ടൗണിലോട്ടാണ് കേട്ടോ. രാവിലെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു, എന്നാലേ കൊച്ചിനെ ഇവിടെ ഉറക്കി കിടത്തിന് നമുക്ക് പോകാൻ പറ്റുള്ളേ. പ്രകാശേട്ടൻ്റെ വണ്ടിക്കാണ് എപ്പോഴും നമ്മൾ പോകാറ് കേട്ടോ. പക്ഷേ വിളിച്ചിട്ട് ആ ഏട്ടനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ഏട്ടനെ വിളിച്ചും കൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് വണ്ടി വിട്ടു കേട്ടോ. അങ്ങനെ കൊച്ചിനെ ഉറക്കി കിടത്തിയിട്ടാണ് പോകുന്നത്. മഴ വരുന്നേക്കാളും മുന്നേ തിരിച്ചു വരാൻ വേണ്ടി അച്ഛൻ കുറേ തവണ പറഞ്ഞു. വൈകിട്ടാണ് നമ്മൾ പോകുന്നത് തന്നെ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. പക്ഷേ മഴയുടെ ചെറിയ തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഒരാളിവിടെ മൂലക്കൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തേ കാര്യം എന്ന് ചോദിച്ചാൽ പറയുക, അതിന് ഭയങ്കര തണുത്തിട്ട് വിറക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവളും കൊണ്ടൊക്കെ കൊടൈക്കനാലോ ഊട്ടിയിലൊക്കെ പോയുള്ള അവസ്ഥ എന്താവും അല്ലേ? എൻ്റെ ഭഗവാനെ, ഇതൊന്നും പറഞ്ഞറിയിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ. അങ്ങനെ നമ്മൾ ഓട്ടോക്കാരൻ്റെ കൂടെ നമ്മളങ്ങ് വണ്ടി അങ്ങ് വിട്ട് നേരെ അങ്ങ് പോകുന്നത് എവിടേക്കാ വെച്ച് കഴിഞ്ഞാൽ തിരൂർ ടൗണിലോട്ടാണ് കേട്ടോ. തിരൂർ ടൗണിലെത്തിയിട്ട് നമുക്ക് കുറച്ച് വീട്ടിലോട്ട് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം. പിന്നെ കുഞ്ചാവ, അതായത് +2 കഴിഞ്ഞ കുഞ്ചാവയാണ് കേട്ടോ. പേരിട്ട് ചോദിക്കും ചെറിയ കൊച്ചൊന്നല്ല, 18 വയസ്സുണ്ട്. അപ്പോൾ അവൾ 18ാമത്തെ ബർത്ത്ഡേ നമ്മൾ നന്നായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ചെന്നൈയിലായി പോയി, ജൂൺ 2-നായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ തീർത്ത് നമുക്ക് ഈ ഒരു ഞായറാഴ്ച നമുക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തിരൂരിലോട്ട് വന്നത്. കുറച്ച് സാധനങ്ങൾ വീട്ടിലോട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളും വാങ്ങണം. പിന്നെ അച്ഛൻ വരുമ്പോഴേ പറഞ്ഞിട്ട് അത്യാവശ്യമുള്ള സാധനം വാങ്ങിയാൽ മതി, അനാവശ്യമായിട്ട് ഒരു സാധനം വാങ്ങണമെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങും വേണം. അവൾക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട്. അങ്ങനെ ഇതാണ് നമ്മളെ സ്വന്തം ടൗൺ കേട്ടോ. താഴെപ്പാലമാണ് നമ്മളെ ടൗണാളും നമ്മളെ സ്റ്റേഡിയമൊക്കെ വരണം കേട്ടോ. ഈ കാണുന്ന റോഡ്, ആ ബസ് പോകുന്ന റോഡില്ലേ, അതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡ്. അപ്പോൾ ഞാനെപ്പോഴും പോക്ക് നമ്മൾ റെയിൽവേറ്റ് എപ്പോഴും ഒരു കണക്ഷനില്ല. ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന കാലത്തോളം നമ്മൾ റെയിൽവേനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മളെപ്പോഴും പോകുന്ന വഴി അതാണ്. ഇത് നേരെ തിരൂരിലോട്ട് ഇങ്ങനെ പോകട്ടോ. മറ്റേ 1 വേ ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഈ റൂട്ടിലാണ്. അങ്ങനെ ഓട്ടോക്കാരനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഓർത്തത്, അയ്യോ ചേട്ടാ എന്ന് വിളിച്ചിരുന്ന ആളെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മാറിപ്പോയതാ ഗൈസ്. എൻ്റെ കൂടെ പഠിച്ച ആൾ തന്നെയാണ് കേട്ടോ. കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഡിവിഷനല്ല, വേറെ ഡിവിഷനിൽ പഠിച്ചതാണ്. അപ്പോൾ അവൻ്റെ പേര് മൈമുട്ടി എന്നാണ് കേട്ടോ. മുഹമ്മദ് കുട്ടി എന്നാണ് പേര്, മൈമുട്ടി എന്ന് വിളിക്കും. പിന്നെ ചേട്ടന്ന് വിളിച്ചാൽ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മളെ ടൗൺ കേട്ടോ, തിരൂർ ടൗൺ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ടൗണിൽ കിട്ടാത്ത എന്ത് മുതലായാലും നമ്മൾ തിരൂർ ടൗണിലോട്ട് പോകുന്നോളൂ കേട്ടോ. എല്ലാവിധ സാധനങ്ങളും കിട്ടും. അച്ഛനും അമ്മയും അല്ലാത്ത ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഗൈസ്. പിന്നെ വെള്ളിയാഴ്ച പറയും വേണ്ട, നമ്മൾ ഗൾഫിലോട്ട് ചെന്നിറങ്ങിയ പോലത്തെ ഒരു അവസ്ഥയാണ്. അതായത് ഗൾഫിലെ എല്ലാ സാധനങ്ങളും ഗൾഫിൽ പോകാതെ തന്നെ നമുക്ക് കയ്യിൽ തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ ഓട്ടോക്കാരൻ മൈമുട്ടിനോട് പറഞ്ഞ് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങണം. ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ തന്നെ വീഡിയോ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും, അയ്യോ ഇനി അടുത്ത തവണ വീഡിയോയിൽ ചെയ്യുമ്പോൾ അപ്പോൾ എന്ന് പറയില്ലാന്ന് ഗൈസ്. എന്ത് ചെയ്യാനാ, അപ്പോൾ പറഞ്ഞു പോകും ഗൈസ്. അങ്ങനെ നമുക്ക് വാങ്ങേണ്ട സ്ഥലത്ത് എത്തി. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുഞ്ചാവ എന്ന് പറഞ്ഞാൽ +2 അടിക്കുന്നുണ്ടോ. 18 വയസ്സ് ഞാൻ പറഞ്ഞില്ലേ, 18 വയസ്സായ ആളാണ്. നമ്മളവൾ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. പിന്നെ അവൾക്ക് വീട്ടിലിടാൻ വേണ്ടി 2-3 ജോഡി വേറൊരു ഡ്രസ്സും വാങ്ങണം കേട്ടോ. മഴക്കാലല്ലേ, ഡ്രസ്സൊക്കെ ഉണങ്ങിപ്പെടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ ഇവിടെ കയറിയിട്ട് നോക്കിയപ്പോൾ പുതപ്പ് ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി കമ്പിളി പുതപ്പ്, 250 രൂപ 300 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോണും പിടിച്ച് നടക്കുമ്പോൾ അവർ നോക്കിയത് എന്താ ഫുൾ ടൈം ഫോൺ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്, എന്താ കാര്യം. ഞാൻ പറഞ്ഞു നമുക്കും ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നിങ്ങളിപ്പോൾ ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നത് തിരൂർ മർഹബ കടയിലാണ് കേട്ടോ. മർഹബ ടെക്സ്റ്റൈൽസ് അടിപൊളി കേട്ടോ. അവനില്ലേ ഇപ്പോൾ കണ്ടില്ലേ, റെഡ് ഷർട്ട് ഇട്ട് നല്ല പയ്യനാട്ടോ. നമ്മൾ നന്നായിട്ട് സപ്പോർട്ട്, നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ സാധനമൊക്കെ എടുത്ത് നമ്മളെ വാങ്ങിപ്പിച്ചിട്ടോ സാധനം. അങ്ങനെ നമ്മൾ 2-3 ടീഷർട്ടും വാങ്ങി. അച്ഛന് കുറച്ച് ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അതിന് കൂടെ ഒരു പുതപ്പും വാങ്ങിയിട്ട്, പുതപ്പ് കടം വീട്ടാനുള്ളൊരു സാധനമായിരുന്നു. ചേച്ചി എനിക്കൊരു ചുരിദാർ വാങ്ങി തന്നിരുന്നു. അപ്പോൾ അതിന് ബദലായിട്ട് അവൾക്കൊരു പുതപ്പ് വാങ്ങിക്കൊടുത്താൽ മതി തന്നു. അപ്പോൾ ആ കട അവിടെ നമ്മൾ തീർത്തിട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് CP ടെക്സ് എന്ന് പറഞ്ഞിട്ടോ. അടിപൊളി ഷോപ്പാണ് കേട്ടത്. എല്ലാ സംഭവങ്ങളുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇട്ടിട്ട് 2-3 കുപ്പായ എടുത്ത് കഴിഞ്ഞാൽ വെറും 100 രൂപയ്ക്ക് 3-4 നിക്കറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ കയറി ഉണ്ണിക്കുട്ടന് 2-3 ജോഡി ഡ്രസ്സ് നോക്കി, പൊന്നാപ്പിക്ക് 2-3 ജോഡി ഡ്രസ്സൊക്കെ വാങ്ങി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടയുടെ പേര് കാണിക്കാൻ ഞാൻ മറക്കൂല ഗൈസ്, CP ടെക്സ് എന്നാണ് പേര്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരൂർ ടൗണിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ഷോപ്പിൽ കയറി നോക്കാം കേട്ടോ. ഇത് പരസ്യ കാര്യങ്ങളൊന്നല്ല, നമ്മൾ അനുഭവം പറയുക, ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത് കേട്ടോ. നമ്മൾ കയറി കഴിഞ്ഞാൽ എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും.
ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് ജനിച്ച് വീണ കുഞ്ഞുങ്ങൾ തൊട്ട് എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ എല്ലാ തരത്തിലുള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അതും വമ്പിച്ച കുറവിൽ വിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി മാത്രം വന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ നിന്നൊന്നും വാങ്ങാതിരുന്നത്. എന്നാലും നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയെടുത്തിട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഉണ്ടപ്പൊരി കടയിലോട്ടോ. ഉണ്ടപ്പൊരി കണ്ടപ്പോൾ വാങ്ങാൻ തോന്നി, പക്ഷെ അവിടുത്തെ ആൾക്കാരെ കോലം കണ്ടപ്പോൾ വാങ്ങാൻ തോന്നില്ല ഗൈസ്. എന്ത് ചെയ്യും? അങ്ങനെ നേരെ അവിടെ നിന്ന് വിട്ടു. മഴക്കാറ് നമ്മളെ വെച്ച് പിടിച്ചിട്ടുണ്ട് ഗൈസ്. മഴ വരും, അതിനേക്കാളും മുന്നേ നേരെ വീട്ടിലോട്ട് ഇങ്ങോട്ട് പോരുന്നിട്ട് മഴക്കാർ നമ്മൾ പിന്നാലെ നടന്ന് പറയുന്നുണ്ട്. അതും കഴിഞ്ഞ് നേരെ നമ്മൾ മാർക്കറ്റിലോട്ട് വന്നു കേട്ടോ. ഇവിടെ വന്നാൽ നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങണം, കുറച്ച് പലചരക്ക് സാധനം വാങ്ങാനുണ്ട് കേട്ടോ. അതായത് കുറച്ച് മുളക് ഐറ്റംസ് വാങ്ങണം, സോപ്പ് വാങ്ങണം, സോപ്പും പൊടി വാങ്ങണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ നേരെ കടയിൽ വന്ന് കൈ പിടിച്ച സാധനങ്ങൾ മുഴുവൻ ഏറ്റിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയിട്ട് ഇതാ പുലിക്കുപ്പായം മാത്രം കാണുള്ളൂ അല്ലേ. പുലിക്കുപ്പായത്തിൻ്റെ ആൾ നമ്മൾ സ്വന്തം അനിയത്തി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന പച്ചക്കറി കടയിലോട്ടാണ് കേട്ടോ. പച്ചക്കറി കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കാൻ എങ്ങനെ പറ്റും ഗൈസ്? മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് വില കൂടുതലുണ്ട് പച്ചക്കറിക്ക്. തക്കാളിക്ക് 48, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ വെറും 25 രൂപയുടെ തക്കാളി, ഇപ്രാവശ്യം വന്നപ്പോൾ 48 രൂപ ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നി കേട്ടോ, കുറച്ചൊരു ബുദ്ധി ഞാൻ പ്രയോഗിച്ചു. കാരണം മഴയല്ലേ, അതുകൊണ്ടായിരിക്കും പച്ചക്കറിക്ക് വില കൂടുതലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞാൽ കുറച്ച് സ്പീഡ് കൂടുതലുണ്ടോ ഗൈസ്? ക്ഷമിക്കുക അങ്ങോട്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ സ്പീഡ് സംസാരിക്കുന്ന ഒരാളെ കണ്ട് കൂട്ടിയാൽ മതി. കാരണം എത്ര പയ്യൻ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചാലോ പറ്റുന്നില്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങി നമ്മളോട് വെച്ചിട്ടോ. ഇനി അടുത്ത് നമുക്ക് വേണ്ട മുട്ടക്കട നോക്കിയിട്ടാണ് നടക്കുന്നത് കേട്ടോ. മുട്ടക്കട അന്വേഷിച്ച് നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി. അങ്ങനെ ഒരു ബോക്സ് കാടമുട്ടയും വാങ്ങി, കുറച്ച് താറാമുട്ടയും വാങ്ങി, കുറച്ച് കോഴിമുട്ടയും വാങ്ങി നമ്മൾ നേരെ വന്നു ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഓട്ടോക്കാരൻ ചേട്ടൻ നമുക്ക് കിട്ടി. അപ്പം തന്നെ മഴ ഏകദേശം ഇങ്ങോട്ട് അടുത്ത് തുടങ്ങി കേട്ടോ. ഇരുട്ടായി തുടങ്ങി. അച്ഛൻ്റെ 14 തവണ അച്ഛൻ വിളിച്ചു എവിടെ വെച്ചിട്ട്. ഇത് ഓട്ടോക്കാരൻ നമ്മളെയും കാത്ത് ഇവിടെ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഓട്ടോയിൽ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വലിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള ടൈമായി ഗൈസ്. അപ്പോൾ ഇവിടെ തന്നെ കപ്പക്കട ഉണ്ട് കേട്ടോ. അങ്ങനെ കപ്പ കുറച്ച് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനത്തിലൊന്നാണ് കപ്പ. അങ്ങനെ കപ്പ വാങ്ങാൻ വിചാരിച്ചിട്ട് നമ്മൾ 100 രൂപക്ക് കേട്ടോ, 1.5 കിലോ കപ്പ 100 രൂപക്ക്. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ 100 രൂപക്ക് കപ്പ വാങ്ങി, വലിയ കപ്പ കേട്ടോ, അതും വാങ്ങി നമ്മൾ വണ്ടിയിലാക്കി ഗൈസ്. ഇനി നമുക്ക് നേരെ പോകണം. ഇരുട്ടായും ചെയ്ത് പിന്നെ ട്രാഫിക്കും ആണ് കേട്ടോ. മഴ പെയ്യണേക്കാളും മുന്നേ നമ്മൾ വീട്ടിലെത്തണം വിചാരിച്ചിട്ട് സ്പീഡിൽ വിടാൻ പറഞ്ഞു ചേട്ടനോടെ. പക്ഷെ പോകുന്ന വഴിയിൽ 1-2 സാധനങ്ങൾ വീണ്ടും വാങ്ങാനുണ്ടായിരുന്നേ. അങ്ങനെ ഉണ്ണിക്കുട്ടിനെ പറ്റിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഉണ്ണിക്കുട്ടിനോട് വരുമ്പോൾ നമ്മൾ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഉണ്ണിക്കുട്ട വരുമ്പോൾ കിൻഡർ ജോയ് കൊണ്ടുവരിക, അത് കൊണ്ടുവരിക, ഇത് കൊണ്ടുവരാന്ന്. പക്ഷെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ പച്ചക്കറിയും പല സാധനങ്ങളും വാങ്ങിയതിനിടയ്ക്ക് നമ്മൾ മറന്നുപോയി. ഉണ്ണിക്കുട്ടിൻ്റെ കാര്യം മാത്രം മറന്നുപോയി ഗൈസ്. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ വണ്ടി മെല്ലെ ഒന്ന് ചവിട്ടാൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവിടെ നിന്ന് കിൻഡർ ജോയും വാങ്ങി, പിന്നെ കുറച്ച് പാല്, അത് ഇത് പറഞ്ഞിട്ട് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനു വേണ്ടി വണ്ടി അവിടെ നിർത്തി അതും വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.